അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ പഠിക്കാൻ പോയാൽ എന്നെ നേരെ യേശുവിനെ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ജനങ്ങളുടെ അടുക്കിലേക്ക് അയക്കണം. ഒരു കൊച്ചു വീട് റൂം വാടകയ്ക്ക് എടുത്തു. 12x10 ഒരു മുറിയാണ് താമസിക്കുന്നത്. അതാണ് എൻ്റെ ബെഡ്റൂമും കിച്ചണും എല്ലാം. അപ്പം ഞാൻ ഈ 5 രൂപ കിട്ടുമ്പോൾ ഇതിന് പോയി മുട്ട വാങ്ങും. അപ്പം അതിന് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഇന്ന് ഓർക്കുന്നു, 1 രൂപയ്ക്ക് 3 മുട്ട കിട്ടും. 30 പൈസ 35 പൈസയൊക്കെ ഒരു മുട്ടയ്ക്ക്. ഇത് കൊണ്ടുവന്ന് 1-2 രൂപയ്ക്ക് മുട്ട വാങ്ങിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് ഡബ്ബയ്ക്ക് അത് ഇട്ട് വെക്കും. അപ്പോൾ വിശപ്പം കൂടെ മൂക്കുമ്പോൾ ഇത് പൊട്ടിച്ച് ബുൾസ അടിച്ച് കഴിച്ചാൽ പിന്നെ മുട്ടയില്ല. അപ്പോൾ വിശപ്പ് മൂക്കുമ്പോൾ ഞാൻ ഈ ഡബ്ബ പൊക്കും, ഇങ്ങനെ നോക്കും, ഇത് കഴിക്കണോ കഴിക്കണ്ടയോ. കഴിച്ചാൽ പിന്നെ നാളത്തേക്കില്ല, ഞാൻ താത്തു വെക്കും. പിന്നെ വിശപ്പ് മൂക്കുമ്പോൾ ഈ ഡബ്ബ വെക്കും, മുട്ടയെണ്ണു. അപ്പം ഇങ്ങനെ നാളുകൾ ഞാൻ ജീവിച്ചു. പക്ഷെ അതെല്ലാം കർത്താവ് നേരിയായിട്ട് കണക്കിട്ടു. 2 വർഷം ഷിനുപാസ്റ്ററെ ഭയങ്കരമായിട്ട് പട്ടിണി. അത് 21-ാമത്തെ വയസ്സിൽ 22 വയസ്സിലെ പട്ടിണിയാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, കല്ല് കഴിച്ചാലും ദഹിക്കുന്ന പ്രായമാണ്. പക്ഷെ ആ സമയങ്ങളിലൊക്കെ ദിവസങ്ങളോളം പട്ടിണി കിടന്നു, ദിവസങ്ങളോളം പട്ടിണി. ഞാൻ പല തവണകൾ വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും തിരിച്ച് നാട്ടിൽ പോയേക്കാം, പറ്റത്തില്ല, ഇവിടെ നിന്ന് പറ്റത്തില്ല, മടുത്തു, എല്ലാ അർത്ഥത്തിലും മടുത്തു. നോർത്ത് ഇന്ത്യയിൽ നിൽക്കണമെന്ന് ആഗ്രഹം ഉള്ളിനുള്ളിലുണ്ട്, പക്ഷെ ശാരീരികമായിട്ടും മാനസികമായിട്ടും മടുത്തു. പക്ഷെ ആ സമയങ്ങളൊന്നും കർത്താവ് വിട്ടില്ല. ബൈബിൾ സ്കൂളിലേക്ക് പോകാനുണ്ടായ കാരണം പ്രത്യേകിച്ച് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ്. ഏത് ബൈബിൾ സ്കൂളിലായിരുന്നു അന്നത്തെ ഒരു അനുഭവങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു ചെറിയ പ്രായത്തിൽ പാസ്റ്റർ ബൈബിൾ സ്കൂളിലേക്ക് പോകാനുണ്ടായി എന്നുള്ളൊരു അനുഭവം ഒന്ന് പ്രാരംഭത്തിൽ പറഞ്ഞത് നന്നായിരുന്നു. എൻ്റെ ജന്മസ്ഥലം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടിൻ്റെ ഭാഗമായ മേൽപ്പാടം എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. 1987 ജൂലൈ 10 നിത്യത്തിലേക്ക് പ്രവേശിച്ച മേൽപ്പാടത്തെ മുളുമൂട്ടിൽ മാത്യു യോഹന്നാൻ്റെയും ഇന്ന് വാർദ്ധക്യ സഹജമായ ക്ഷീണത്താൽ ഭാരപ്പെടുന്ന തങ്കമ്മ മാത്യുവിൻ്റെയും മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. എൻ്റെ മാതാപിതാക്കൾക്ക് 6 മക്കളെ ദൈവം നൽകിയിരുന്നു അവരുടെ കുടുംബജീവിതത്തിൽ. എൻ്റെ പിതാവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാർത്തോമ ബാക്ക്ഗ്രൗണ്ടാണ്. അമ്മ ഓർത്തഡോക്സ് സഭാവിഭാഗത്തിലൊന്നാളാണ്. അപ്പം പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നപ്പം 6 മക്കളിൽ 3 മക്കൾ പെട്ടെന്ന് മരിച്ചു, വിത്തൗട്ട് എനി കാര്യമായ റീസണൊന്നുമില്ലാതെ. 2 സിസ്റ്റേഴ്സും 1 ബ്രദറും, ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ. തുടർന്ന് 3 മക്കൾ ശേഷിച്ചു. അപ്പോൾ മാതാപിതാക്കൾ വിശ്വാസികളാണ്. ആ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലെ തീവ്രമായ പരിശോധനാ വേളയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ അവർ പതറിയില്ല. അവരിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 3 കുഞ്ഞുങ്ങൾ മരിച്ചു, ഇനി 3 കുഞ്ഞുങ്ങളുണ്ട്, 2 പെൺകുഞ്ഞുങ്ങളും 1 ആണും. ഈ 3 കുഞ്ഞുങ്ങളെ ദീർഘായുസ്സോടെ ദൈവം തരികയാണെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വിടും. ഇതന്ന് അവരും എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ കൊച്ചു പ്രായം മുതലേ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പം മറ്റൊരു നിലകളിലേക്കും ഡീവിയേറ്റായി പോകാൻ കൊച്ചു പ്രായം മുതലേ കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഏതെങ്കിലും പാസ്റ്റേഴ്സ് വന്നാൽ പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പേ എൻ്റെ മാതാപിതാക്കൾ അവരോട് പറയുമായിരുന്നു, ഉപദേശി അല്ലെ പാസ്റ്ററെ, ഈ കുഞ്ഞുങ്ങൾ 3 പേരും സുവിശേഷ വേലയ്ക്കുള്ളവരാണ്. അപ്പോൾ ഇവരുടെ തലയിലൊന്ന് കൈവച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം. എൻ്റെ ഓർമ്മ ബോധ്യം ശരിയാണെങ്കിൽ എണ്ണിയാൽ തീർക്കുവാൻ കഴിയാത്തത്ര പാസ്റ്റേഴ്സിൻ്റെ കരങ്ങൾ എൻ്റെ തലമേൽ വന്നിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ വളർന്നു വന്നു. എൻ്റെ മൂത്ത സിസ്റ്റർ SSLC കഴിഞ്ഞ സമയം, അന്ന് SSLC കഴിയുമ്പോൾ നേഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിക്കും. അപ്പോൾ അന്ന് നേഴ്സിങ്ങിന് പോയാൽ ആ സമയത്തൊക്കെ
പെട്ടെന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങളിൽപ്പെട്ട പലരും വിദേശ രാജ്യങ്ങളിൽ നേഴ്സസായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ SSLC വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഞങ്ങളുടെ മാതാപിതാക്കളോട് പറഞ്ഞു, എൻ്റെ മൂത്ത സിസ്റ്ററുടെ പേര് മേഴ്സി എന്നാണ്, മേഴ്സിയെ നേഴ്സിങ്ങിന് വിട്, 2-3 വർഷം പഠനം കഴിയുമ്പോൾ അവളെ ഞങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോരാം. അന്ന് എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞില്ല, അമേരിക്കയും പേർഷ്യയും മറ്റ് രാജ്യങ്ങളിലേക്കൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടത്തില്ല, ഞങ്ങൾ മരണം വരെയും കഠിനാധ്വാനം ചെയ്ത് അവരെ വളർത്തിക്കൊള്ളാം. ഇത് പറയുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ വലിയ സമ്പന്നരൊന്നും അല്ലായിരുന്നു, ദാരിദ്ര്യരേഖയ്ക്കും താഴെ കിടന്നവരാ. പക്ഷെ അവരുടെയൊക്കെ ദൈവം കൊടുത്ത ഒരു വലിയ റെവലേഷൻ, വലിയ വെളിപ്പാട് ഭയങ്കരമായിരുന്നു. അങ്ങനെ എൻ്റെ സഹോദരിയെ നേഴ്സിങ്ങിന് പഠിക്കാൻ വിട്ടില്ല, മറിച്ച് തിരുവല്ലയിലുള്ള ഷാരോൻ ബൈബിൾ കോളേജിലേക്ക്, അന്ന് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഗേൾസിനൊരു ബൈബിൾ കോളേജ് കേരളത്തിൽ തിരുവല്ല ഷാരോനിലേ ഉള്ളൂ. പിന്നീടാണ് മറ്റ് പല സ്ഥലങ്ങളിൽ ഗേൾസിന് തുടങ്ങുന്നത്. അപ്പോൾ ഗേൾസിൻ്റെ ബൈബിൾ സ്കൂളിലുള്ള ഷാരോൻ ബൈബിൾ കോളേജ് പഠിപ്പിക്കാൻ വിട്ടു. 3 വർഷം അവിടെ പഠിച്ചു കഴിഞ്ഞ് വന്ന ഉടൻ തന്നെ കർത്തൃ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളുമായിട്ട് വിവാഹം കഴിപ്പിച്ച് എൻ്റെ സഹോദരി അയച്ചു. അടുത്ത ഊഴം എൻ്റെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, എന്നെ വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യവും പശ്ചാത്തലവും അങ്ങനെയാണ്. അപ്പം എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു സുവിശേഷ വേല ചെയ്യണം. പക്ഷേ ഈ പെന്തക്കോസ്തു സഭകളിൽ ജനിച്ച് വളർന്നു വന്നതുകൊണ്ട് പാസ്റ്റേഴ്സ് അനുഭവിക്കുന്ന തിക്താനുഭവങ്ങൾ കണ്ടും കേട്ടുമാണ് വന്നത്. അപ്പം അതുകൊണ്ട് ഈ പാസ്റ്ററാകാനുള്ള ആഗ്രഹമില്ലായിരുന്നു, സുവിശേഷ വേല ചെയ്യണം. പിന്നെ മനസ്സിലൊരു ആഗ്രഹം, ആടും സ്വോത്രകാഴ്ചയൊന്നും വാങ്ങാതെ സുവിശേഷ വേല ചെയ്യണം, എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം. അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രി പോകണം, പഠിച്ചു കഴിഞ്ഞിട്ട് ITI പഠിക്കണം, ബോംബെക്ക് പോകണം, ബോംബെയിൽ നിന്ന് ഗൾഫിൽ പോകണം. ഇതൊന്നും ഒത്തില്ല, മിലിറ്ററിയിൽ റിക്രൂട്ട്മെൻറ്റിന് പോകണം, കിട്ടിയ മിലിറ്ററി ചേരണം. അത്ര മാത്രമേ ലോകമുള്ളൂ. അപ്പോൾ ഇങ്ങനെ വളർന്നു വരുമ്പോഴാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത എൻകൗണ്ടറുകൾ എൻ്റെ ജീവിതത്തിലുണ്ടായി എൻ്റെ കർത്താവുമായിട്ട്. അതിലേക്കൊന്നും കടക്കാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഞാൻ എന്നെ തന്നെ കർത്തൃവേലയ്ക്കായി സമർപ്പിക്കുകയാണ്. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ബൈബിൾ കോളേജിൽ പോകാം, പക്ഷെ ഒരു കണ്ടീഷൻ, കേരളത്തിൽ എനിക്ക് സുവിശേഷ വേല ചെയ്യേണ്ട. 2 കാരണമാണ്. ആ കൊച്ചു പ്രായത്തിലെ ഞാൻ മനസ്സിലാക്കി, കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും സുവിശേഷം കേട്ട് കഴിഞ്ഞു. 2000 വർഷങ്ങളായിട്ട് കേൾക്കുക. അവർ ഭൂരിപക്ഷം പേരും യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച് കാണത്തില്ലായിരിക്കും, പക്ഷെ അവർക്കറിയാം യേശു ആരാണ്, ക്രിസ്തു ആരാണ്, ബൈബിൾ എന്താണ്, സഭ എന്താണ്. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ പഠിക്കാൻ പോയാൽ എന്നെ നേരെ യേശുവിനെ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ജനങ്ങളുടെ അടുക്കിലേക്ക് അയക്കണം. 2, ആരുടെയും കയ്യിൽ നിന്ന് സ്വോത്രകാഴ്ച ചോദിച്ചു വാങ്ങാൻ ഇടയാക്കരുത്. ഇങ്ങനെ 1-2 കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ കേരളത്തിന് പുറത്ത് സുവിശേഷ വേലയ്ക്ക് പോകുവാൻ ആഗ്രഹം എന്നിൽ ധാരാളമായിട്ടുണ്ടാക്കിയെടുത്ത പല ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുണ്ട്. അതിലൊരാളാണ് നിത്യതയിൽ വിശ്രമിക്കുന്ന ഡോക്ടർ തോമസ് മാത്യു. രാജസ്ഥാനിലെ ഉദയ്പൂർ കേന്ദ്രമാക്കി വളരെ ശക്തമായ നിലയിൽ ഇന്ത്യയിൽ കർത്തൃവേല ചെയ്ത തോമസ് മാത്യു അങ്കിളാണ്, മറ്റു പലരും ഉണ്ട്, ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത്. അങ്ങനെ ഞാൻ ബൈബിൾ സ്കൂളിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ അന്നത്തെ ഏറ്റവും നല്ലൊരു ബൈബിൾ സ്കൂൾ കേരളത്തിലുള്ളത് മണക്കാല ഫെയ്ത്ത് ലോജിക് സെമിനാരിയാണ്. 1986 അങ്ങനെ പഠിക്കുവാനായിട്ട് പോയി. ആ പഠിത്ത കാലയളവൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തമാശാണ്. അതൊക്കെ വിവരിക്കാൻ പോയ സമയങ്ങൾ ഒത്തിരി പോകും. അങ്ങനെയാണ് ഞാൻ മണക്കാല ബൈബിൾ സ്കൂൾ തിരഞ്ഞെടുത്തതും ബൈബിൾ സ്കൂളിൽ പോകുവാനുണ്ടായ ഒരു സാഹചര്യം. അതിനുശേഷം 86 എന്ന് പറയുമ്പോൾ ഇന്നത്തേക്ക് ഏകദേശം 40 വർഷമായി. അപ്പോൾ ഇത്രയും ടെക്നോളജി ഇല്ല. ഇന്നിപ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യ എവിടെ വേണമെങ്കിലും യൂട്യൂബിൽ അടിച്ചാൽ നമുക്ക് സകല വിവരങ്ങളും കിട്ടും. അപ്പോൾ അന്ന് എങ്ങോട്ടാണ് പോയത്, അത് എങ്ങനെയാണ് ഈ വടക്കേ ഇന്ത്യയിലേക്ക് ചെല്ലുവാൻ, അല്ലെങ്കിൽ ആദ്യമായി ചെന്ന സ്ഥലം എവിടെയാണ്, അതിലുണ്ടായ കാരണങ്ങൾ, അവിടുത്തെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം.
ഞാൻ മണക്കാലിലെ വിദ്യാഭ്യാസം കഴിഞ്ഞു. 89 ഫെബ്രുവരിയിൽ അവിടുന്ന് ഞാൻ പുറത്തു വന്നു. അപ്പോൾ ഒത്തിരി സമ്മർദ്ദങ്ങൾ എനിക്കുണ്ടായി നാട്ടിലൊരു ചർച്ചിൻ്റെ പാസ്റ്ററാകാൻ വേണ്ടി. കാരണം മണക്കാലിൽ പഠിക്കുമ്പോഴേ ഞാൻ അടൂരിനടുത്തുള്ള പല സഭകളിലൊക്കെ ഇങ്ങനെ അവിടുത്തെ പാസ്റ്റേഴ്സൊക്കെ വിദേശത്ത് പോകുമ്പോൾ ആ വേക്കൻസിയിൽ പോയി ശുശ്രൂഷിക്കുന്ന ഒരു പരിചയം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ പിതാവ് മരിച്ചു പോയതുകൊണ്ടും ഒക്കെ സഭാ നേതൃത്വം എൻ്റെ മേൽ ഒത്തിരി സമ്മർദ്ദം ഇട്ടു. കേരളത്തിൽ ഒരു കൊച്ചു സഭയുടെ പാസ്റ്ററാകണം, മദറിനെ നോക്കണം, ഇളയ സിസ്റ്റർ പഠിക്കുന്നു. പക്ഷെ ഞാൻ അതിന് വഴങ്ങിയില്ല. കർത്താവിൻ്റെ കൃപ എന്ന് വേണം എന്താ പറയാൻ പറ്റത്തുള്ളൂ. ആ കമ്മിറ്റ്മെൻറ്റിൽ ഉറച്ചു നിന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തോമസ് മാത്യു അങ്കിളിന് ഒരു ലെറ്റർ അയക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. ബോംബെയിലുള്ള ഒരു പാസ്റ്റർ PT വർഗീസ്, ഇന്നും അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പരസ്യം ഗുഡ് ന്യൂസ് വീക്കിലിയിൽ വരികയാണ്. അതിങ്ങനെയാണ്: കേരളത്തിലെ പ്രധാനപ്പെട്ട ബൈബിൾ കോളേജുകളിൽ പഠിച്ചു കഴിഞ്ഞ് ഉത്തരേന്ത്യയിൽ സുവിശേഷ വേല അൺറീച്ച്ഡ് പീപ്പിൾ ഗ്രൂപ്പിൻ്റെ അടുത്ത് റീച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സുവർണാവസരം, താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ഞാനത് കണ്ട മാത്രയിൽ 15 പൈസയാണ് കാർഡ്, പോസ്റ്റ് കാർഡിന് 15 പൈസയാണ്. എന്ന് 15 പൈസ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻ്റ് നമുക്ക്. പക്ഷെ ആ 15 പൈസയ്ക്ക് പോസ്റ്റ് ഓഫീസിൽ പോയി കാർഡ് വാങ്ങി അതിൽ കൊടുത്ത അഡ്രസ്സിൽ ഞാൻ ലെറ്റർ അയക്കുകയാണ്: ഐ ആം സോ ആൻഡ് സോ, എനിക്ക് അവിടെ ഒന്ന് വരുവാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അത് കിട്ടി. പെട്ടെന്ന് തന്നെ അദ്ദേഹം എന്നെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അങ്ങനെ ബോംബെയിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ബോംബെ വന്നിട്ടും പാസ്റ്റർ PT വർഗീസ് ആരംഭിച്ചൊരു ട്രെയിനിങ് സെൻ്റർ ഉണ്ടായിരുന്നു ഭാഷയൊക്കെ പഠിക്കാൻ വേണ്ടി. അതിൻ്റെ ആദ്യത്തെ വർഷം ആരംഭഘട്ടമാണ്, ആ ശൈശവ അവസ്ഥയിലാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹം അയക്കുന്ന പല സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ സഭകൾ പോയി ശുശ്രൂഷിക്കണം. അപ്പം ഞാൻ കുറച്ച് മാസം, 5-6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് അസ്വസ്ഥനായി. കാരണം തിരുവല്ലായിന്ന് ട്രെയിൻ കയറി ബോംബെ വന്നതേ ഉള്ളൂ. അവിടെയും തോമസുമാരാണ്, ഇവിടെയും വർഗീസുമാരാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. സഭയെല്ലാം സെയിമാണ്, മലയാള സഭയാണ്. ഇങ്ങനെ ഞാൻ വളരെ അസ്വസ്ഥനായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 1989 അവസാനം 1990, ഒരുപക്ഷെ അന്നുള്ള പലർക്കും ഓർമ്മ കാണും, ഗുജറാത്തിൽ സഭകൾക്കെതിരെ വലിയൊരു ഉപദ്രവം ഉണ്ടായി. ആ ഉപദ്രവം ഒരു 1.5 വർഷവും നീണ്ടു നിന്നു. ഒത്തിരി പള്ളികൾ കത്തിച്ചു, ഒത്തിരി സുവിശേഷകന്മാരെ, ആരും കൊന്നിട്ടൊന്നുമില്ല, ഒത്തിരി സുവിശേഷകന്മാരെ മർദ്ദിച്ചു, ക്രൈസ്തവരെ മർദ്ദിച്ചു. ഇതൊക്കെ ഇങ്ങനെ പത്രദ്വാര ഞാൻ വായിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് ഗുജറാത്തിലേക്ക് പോകണം. അപ്പോൾ ഈ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ, അതിനു മുമ്പ് മുതലേ ഈ റിസ്ക് ഉള്ള ജോലി ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. മറ്റാരും ഏറ്റെടുക്കാൻ പറ്റാത്ത എന്ത് പണിയുണ്ടെങ്കിലും ഞാൻ ചെന്നേറ്റെടുക്കും. ഇവിടെ TC ചെറിയൻ പാസ്റ്റർ ഇരിപ്പുണ്ട്. മണക്കാലം പഠിക്കുന്ന കാലത്തും ഏറ്റവും വലിയ മുട്ടി, ഈ വലിയ തടിയുടെ മുട്ടം കീറുന്ന ഞാനാണ്. അതുപോലെ കോഴിസാറിൻ്റെ കൂടെ പറക്കോട് ചന്തയിൽ പച്ചക്കറി വാങ്ങാനും മീൻ വാങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാനാണ്. വേറെ 3-4 പേരുണ്ട്. ഇങ്ങനെയുള്ള ഏത് റിസ്ക് ജോലിക്കും ഞാനുണ്ട്. ഇപ്പം ഒരു രസകരമായ കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. മണക്കാലയിൽ ആ കാലത്ത് മണക്കാല കൺവെൻഷൻ വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഈ ഓല കൊണ്ടാണ് പന്തലിടുന്നത്, ഓലപ്പന്തല. അപ്പോൾ കൺവെൻഷനൊക്കെ കുറച്ച് ദിവസം മുമ്പേ ഈ TG കോഴി സാറിൻ്റെ കുടുംബത്തിലും മറ്റ് സ്ഥലങ്ങളിലുള്ള പലരുടെയും തെങ്ങിലെ ഓല ഒക്കെ വെട്ടി അതിന് കെട്ടാക്കി വെള്ളത്തിൽ കുതിരാനിടും. ഇന്നത്തെ കുട്ടികൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പോൾ ഈ തോട്ടിൽ കെട്ടി കുതിരാനിട്ടിട്ട് ഞങ്ങൾ കുറേ സ്റ്റുഡൻസ് പോയിട്ട് ഇതിങ്ങനെ തലയിൽ വെച്ച് ചുമന്ന് കോഴിസാറിൻ്റെ വീടിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഉണക്കാനാണ്. ഉണങ്ങിയിട്ടാണ് ഇത് മെടയുന്നത് ആൾക്കാർ വന്ന്. അപ്പോൾ ഈ ഓലക്കെട്ട് ചേറും വെള്ളം നിറഞ്ഞിങ്ങനെ ഒഴുകി അദ്ദേഹത്തോടെ. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കാറുണ്ട് രസകരമായിട്ട്. ഞങ്ങളിങ്ങനെ കോഴിസാറിൻ്റെ വീടിൻ്റെ അവിടെ ഇങ്ങനെ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവിടെ തൂത്തുവാരുന്ന ഒരു തൂപ്പുകാരി, ഒരു സഹോദരിയുണ്ട്. അപ്പോൾ ആ സഹോദരി പാട്ട് പാടുകയാണ്: മനുഷ്യപുത്രന്മാരെ നിങ്ങൾ ജനിച്ചതടിമകളാകാനോ. പുള്ളിക്കാരത്തെ എവിടുത്തെ അടിമയാണ്, തൂപ്പുകാരിയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ദൈവവചനം പഠിക്കാൻ വന്നവർ ഈ ഓല, ചേറ് നിറഞ്ഞ വെള്ളം നിറഞ്ഞ ഓല ചുമന്നുകൊണ്ട് പോകുന്നത് കണ്ടിട്ട് ആ പുള്ളിക്കാരത്തി അങ്ങനെ പാടുക. അപ്പം ഇങ്ങനെയൊക്കെ ആരും ചെയ്യാൻ മടിക്കുന്ന ജോലികളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ
ഈ ഗുജറാത്തിൻ്റെ ഇഷ്യൂ കണ്ടപ്പോൾ ഗുജറാത്തിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചു. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം പെട്ടെന്ന് ഒരാൾ 1-2 പേരെ കണക്ട് ചെയ്തു. നിരണത്തുകാരൻ ജോസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, താൻ മാർത്തോമക്കാരനാണ്. താൻ ഗുജറാത്തിലെ സൂററ്റ് ജില്ലയിലെ ഇച്ചാപൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമം, സൂററ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 30ഓളം കിലോമീറ്റർ ദൂരമുള്ളൊരു സ്ഥലം, ഒരു ഗ്രാമം. ഇന്നത് പട്ടണമായി. ഒരു വികസനം എത്താത്തൊരു ഗ്രാമം. അദ്ദേഹം ഒരു റൂം വാടകയ്ക്ക് എടുത്ത് തന്നു. ഞാൻ അവിടേക്ക് പോവുകയാണ്. അങ്ങനെയാണ് ഗുജറാത്തിലേക്ക് പോയത്. അവിടെ ചെല്ലുന്നത് ഈ ആ സമയത്ത് ഭാഷ അറിയത്തില്ല, പ്രത്യേകിച്ച് മറ്റൊരു സംസ്കാരമാണ്, ഭക്ഷണം വേറെയാണ്. അപ്പോൾ ഈ തുടക്ക സമയത്ത് ഇതിനോടൊക്കെ എങ്ങനെയാണ് ഉൾക്കൊണ്ട് പ്രവർത്തിച്ച് എന്തെങ്കിലുമൊക്കെ ഫണ്ണി മൂമെൻ്റ്, അല്ലെങ്കിൽ ഭാഷ അറിയാത്തതിൻ്റെ, ഭക്ഷണം കഴിക്കാൻ അറിയാത്തതിൻ്റെ എന്തെങ്കിലുമൊക്കെ ജീവിതാനുഭവങ്ങൾ അവിടെ കാണുമല്ലോ, അതെങ്ങനെയാണ് പാസ്റ്റർ അഭിമുഖീകരിച്ച്? ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ട് പോയതുകൊണ്ട് ഈ ആഹാരം കഴിക്കുന്ന വിഷയത്തിലൊന്നും വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ട് അവിടുന്ന് പോകുന്നത്. ഭാഷ അറിയില്ല, ഒരു ഭാഷ അറിയില്ല. അപ്പം എനിക്ക് പരിചയമുള്ള ഗുജറാത്തിലെ വാപ്പിയിലൊക്കെയുള്ള ചില സഹോദരന്മാർ എന്നോട് പറഞ്ഞു, അവിടെ പോവാണല്ലോ, 2-3 ഗുജറാത്തി വാക്കുകൾ അവരെന്നെ പഠിപ്പിച്ചു. ഞാനത് എഴുതി വെച്ച് പഠിക്കും. അപ്പം ഒരു കൊച്ചു വീട് റൂം വാടകയ്ക്കെടുത്തു. 12x10 ഒരു മുറിയാണ് താമസിക്കുന്നത്. അതാണ് എൻ്റെ ബെഡ്റൂമും കിച്ചണും എല്ലാം. ആദ്യത്തെ 6 മാസം സൈക്കിൾ പോലും ഇല്ലായിരുന്നു. ഞാനവിടെ ചെന്ന സമയത്ത് തന്നെ ഓപ്പറേഷൻ മൊബിലൈസേഷൻ്റെ ടീം അന്ന് ഒട്ടുമുക്കാലും പട്ടണങ്ങളിൽ ഉള്ള സമയമാണ്. അപ്പോൾ സൂററ്റിൽ അവരുണ്ട്. ഞാനും അവരുമായിട്ട് കണക്റ്റായി. അപ്പോൾ അവരെനിക്ക് ധാരാളം ബുക്ക്ലെറ്റുകൾ, ന്യൂ ടെസ്റ്റ്മെൻറ്റുകളൊക്കെ കൊണ്ടുതരും ഫ്രീ ആയിട്ട്. ഞാനിത് വിൽക്കണം. അന്ന് 8 അണ 50 പൈസയ്ക്കൊക്കെ അവർ ന്യൂ ടെസ്റ്റ്മെൻറ്റ് വിൽക്കുന്നത്. 10 എണ്ണം ഒരു ദിവസം വിറ്റാൽ 5 രൂപ കിട്ടും. അന്ന് കിട്ടിയാൽ പട്ടിണിയില്ല, അന്ന് നമ്മൾ കഴിക്കും. വിൽപ്പന നടന്നില്ല, അന്ന് പട്ടിണിയാണ്. അപ്പം ഈ സൈക്കിള് കിട്ടുന്നതിന് മുമ്പ് നടന്നാണ് പോകുന്നത്. അപ്പം ഞാനന്ന് മലയാളികളായ ആൾക്കാരോട് പറയും, നടരാജൻ ബസ്സിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് പറയുമ്പോൾ. നടന്നു പോകുന്നുണ്ട്, നടരാജൻ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് പറയും. അപ്പം 4 ഷോൾഡർ ബാഗ്, അതെല്ലാം ഓയംകാരൻ തന്നതാണ്. ഒരു ബാഗ് ഫ്രണ്ടിൽ, ഒരു ബാഗ് പുറകിൽ, ഒരു ബാഗ് 2 ഷോൾഡർ. ഒരു വട്ടനെ പോലെ, ഭ്രാന്തനെ പോലെ ഇത് മുഴുവൻ ട്രാക്സും ന്യൂ ടെസ്റ്റ്മെൻറ്റുകളും നിറച്ച് ഞാൻ പോകും. അപ്പോൾ ഈ ഗുജറാത്തിലുള്ള മലയാളി സഹോദരന്മാർ പഠിപ്പിച്ച വാക്കുകളിൽ വളരെ രസകരമായ 1-2 അനുഭവമുണ്ട്. എനിക്ക് ഒരു അനുഭവമുണ്ട്. വാച്ചോ മാട്ടെ ചോപ്പടി മുഫത്മ ആപ്പേജ്, വായിക്കാനുള്ള പുസ്തകം ഫ്രീ ആയിട്ട് തരുന്നു. അപ്പം ഞാനിത് പറയുന്നത് വാച്ചോ മാട്ടെ ജോപ്പടി, ആക്ച്വലി ചോപ്പടി എന്നാണ് പറയണ്ടേ. ചോപ്പടി എന്ന് പറഞ്ഞ പുസ്തകം, ജോപ്പടി എന്ന് പറഞ്ഞ കുടിലെന്നാണ്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞത് വാച്ചോ മാട്ടെ ജോപ്പടി ഫ്രീമ ആപ്പിയച്ച്. അപ്പോൾ ഇവർ ചിലർ ചിരിച്ചിട്ടുണ്ട്, ചിലർ ചീത്ത വിളിച്ചിട്ടുണ്ട്, ചിലരെ അടിച്ചിട്ടുണ്ട്. ഇപ്പം ഈ അടി കൊള്ളുമ്പോൾ ചീത്ത, എനിക്കറിയത്തില്ല ചീത്തയാണെന്ന് പറഞ്ഞത്. അപ്പം ഫേസ് കാണുമ്പോൾ അറിയാൻ ദേഷ്യമാണെന്നറിയാം. അപ്പോൾ ഈ അടിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ചിരിച്ചോണ്ട് അടിയുള്ളൂ. ഇവിടെയൊക്കെ എന്നെ കുത്തിയിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയും വാച്ചോ മാട്ടെ, വാച്ചോ മാട്ടെ, വായിക്കാൻ വേണ്ടിയാ, വാച്ചോ മാട്ടെ ജോപ്പടി, ജോപ്പടി ചോ ജോയ്. അപ്പം ഇങ്ങനെ ഞാനത് മിക്കവാറും ഇപ്പോഴൊക്കെ ഇരുന്ന് ഞാൻ അന്നത്ര കാര്യവും എടുത്തിട്ടില്ല. ഇന്നൊക്കെ ഞാനത് ഓർത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കാറുണ്ട്. പക്ഷേ ഭയങ്കര തീഷ്ണതയായിരുന്നു ഭാഷ അന്ന്. ഒരു നിലകളിലും ആരോട് പരാതി പറയാനാ? എൻ്റെ അമ്മ വിധവയായിട്ട് നാട്ടിലുണ്ട്. അന്ന് ഞാൻ ഇച്ചാപ്പൂർ എന്ന ഗ്രാമത്തിൽ നിന്നൊരു ലെറ്റർ അയക്കണമെങ്കിൽ, ഇല്ലൻ്റെ എഴുതിയ ലെറ്റർ അയക്കണമെങ്കിൽ 1.5 മാസം പിടിക്കും എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് അത് കിട്ടാൻ. ഇതൊരു ഗ്രാമമാണ്. ഇവിടുന്ന് എല്ലാ ദിവസവും പോസ്റ്റ്മാൻ പോകത്തില്ല, തപാൽ പോകത്തില്ല. 1-2 ആഴ്ച ഇരിക്കുമ്പോഴാണ് ഇവിടുന്ന് സാധനം സൂററ്റിൽ പോകുന്നത്. അവിടെ നിന്ന് ട്രെയിൻ എടുത്ത് കേരളത്തിൽ എവിടെയെങ്കിലും പോകും, തിരുവല്ലയിലോ ചെങ്ങന്നൂരോ ഇറങ്ങും. അവിടെ നിന്ന് വീട്ടിൽ 1.5 മാസം പിടിക്കും. അമ്മച്ചിയുടെ മറുപടി കിട്ടണം 1.5 മാസം. 3 മാസം ഒരിക്കലാണ് അമ്മയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ടെലിഫോണില്ല, പൈസ കയ്യിലില്ല. ബോംബെയിലുള്ള PT വർഗീസ് പാസ്റ്റർ എനിക്ക് ഇടയ്ക്കിടെ ഒരു അല്പം പൈസ തരും. അപ്പോൾ ഇങ്ങനെ തീഷ്ണതയോടെ പ്രവർത്തിച്ചു. ഒരു ദിവസം പോലും അലസനായിരുന്നിട്ടില്ല. വിശന്നും മടുത്ത് തളരുമ്പോഴാണ് വന്ന് റൂമിൽ കയറുന്നത്. തളർന്നു വന്ന് അങ്ങനെ കിടക്കും. ഈ പുസ്തകമൊക്കെ വിറ്റ് കുറച്ച് പൈസയൊക്കെ വരുമ്പോൾ ഞാൻ സാധാരണ വളരെ അഭിമാനത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്.
ഞാൻ ഈ മുട്ടയുടെ മുട്ടക്കൊതിന. ചിലരൊക്കെ ഈ കൊതിയൊന്നും പരസ്യമായിട്ട് പറയത്തില്ല, പക്ഷെ ഞാനങ്ങ് പരസ്യമായിട്ട് പറയും. അപ്പം ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, ലോകത്തിൽ എവിടെ പോയാലും എനിക്ക് ഇറച്ചിയും മീനും ഒന്നും വേണമെന്നില്ല. 2 മുട്ടയെ ഒരു സമ്മതി കിട്ടിയാൽ മതി, ഞാൻ ഭയങ്കരമായിട്ട് 3 നേരം ഫുഡ് കഴിക്കും, സന്തോഷത്തോടെ കഴിക്കും. അപ്പം ഞാൻ ഈ 5 രൂപ കിട്ടുമ്പോൾ ഇതിന് പോയി മുട്ട വാങ്ങും. അപ്പം അതിന് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഇന്ന് ഓർക്കുന്നു, 1 രൂപയ്ക്ക് 3 മുട്ട കിട്ടും. 30 പൈസ 35 പൈസയൊക്കെ ഒരു മുട്ടയ്ക്ക്. ഇത് കൊണ്ടുവന്ന് 1-2 രൂപയ്ക്ക് മുട്ട വാങ്ങിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് ഡബ്ബയ്ക്കകത്ത് ഇട്ട് വെക്കും. അപ്പോൾ വിശപ്പം കൂടി മൂക്കുമ്പോൾ ഇത് പൊട്ടിച്ച് ബുൾസ അടിച്ച് കഴിച്ചാൽ പിന്നെ മുട്ടയില്ല. അപ്പോൾ വിശപ്പ് മൂക്കുമ്പോൾ ഞാൻ ഈ ഡബ്ബ പൊക്കും, ഇങ്ങനെ നോക്കും, ഇത് കഴിക്കണോ കഴിക്കണ്ടയോ. കഴിച്ചാൽ പിന്നെ നാളത്തേക്കില്ല, പിന്നെ താത്ത് വെക്കും. പിന്നെ വിശപ്പ് മൂക്കുമ്പോൾ ഈ ഡബ്ബ വെക്കും, മുട്ട എണ്ണും. അപ്പം ഇങ്ങനെ നാളുകൾ ഞാൻ ജീവിച്ചു. പക്ഷെ അതെല്ലാം കർത്താവ് നീതിയായിട്ട് കണക്കിട്ടു. 6 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സൈക്കിൾ കിട്ടുന്നത്, പുതിയ ഹെർക്കുലീസിൻ്റെ പുതിയ സൈക്കിൾ വാങ്ങുന്നു. അത് ഈ പാഷ പി.ടി. വർഗീസ് എനിക്ക് പൈസ തന്ന് വാങ്ങുന്നു. സൈക്കിൾ വന്നതിന് ശേഷവും ഞാൻ ഇങ്ങനെ തന്നെ തുടർന്നു. 1 വർഷം വരെ എനിക്ക് ഒരാത്മാവിനെ പോലും നേടാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് ഭാഷകളൊക്കെ തട്ടിമുട്ടിയൊക്കെ പഠിച്ചു, നിൽക്കാൻ പഠിച്ചു, അത്യാവശ്യം സുവിശേഷം മെസ്സേജ് പങ്കുവയ്ക്കുവാനായിട്ട് പഠിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോഴാണ് അവിടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ, അപ്പം റിലയൻസിൻ്റെയൊക്കെ വലിയ വലിയ പ്രൊജക്റ്റുകൾ അവിടെ വരിക. അപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വെൽഡർമാരായിട്ട് ഫാബ്രിക്കേറ്റേഴ്സായിട്ട് വന്ന ഒത്തിരി മലയാളികളൊക്കെ ഉണ്ട്. അപ്പം അതിൽ 3 പേര് മലയാളികൾ കൊട്ടാരക്കരക്കാരാണ്. അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുകയാണ്. ആദ്യത്തെ സ്നാനം 1 വർഷം കഴിഞ്ഞിട്ടാണ് സ്നാനം നടക്കുന്നത്. അങ്ങനെ അവിടെ ആ 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു മൂവായി. ആദ്യമുണ്ടായിരുന്ന ആ പ്രതിസന്ധിയൊക്കെ മാറി. ഞാൻ സൂറത്ത് സിറ്റിയുടെ പല സ്ഥലങ്ങളിൽ പോയി കൊച്ചു കൊച്ചു പ്രാർത്ഥനാ കൂട്ടങ്ങൾ ആരംഭിച്ചു, ഉള്ള ഭാഷ കൊണ്ട്. അങ്ങനെയാണ് ഞാൻ ആ ഗുജറാത്തിൽ ചെന്നിട്ട് മിനിസ്ട്രി ആരംഭിക്കുന്നത്. ഇത് ഏത് പ്രായത്തിലായിരുന്നു ഏകദേശം? അതിനുശേഷം ഏത് സമയത്താണ് വിവാഹത്തിലേക്ക് വന്നത്? ഞാൻ 17 വയസ്സ് കഴിഞ്ഞപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞു. നേരെ ബൈബിൾ സ്കൂളിൽ പോയി. 4 വർഷത്തെ കോഴ്സിനാണ് പോയെങ്കിലും 3 വർഷം കൊണ്ട് തീർക്കേണ്ടി വന്നു. അതൊക്കെ വേറൊരു കഥ. അപ്പം 20 വയസ്സ് കഴിഞ്ഞപ്പോൾ ബൈബിൾ സ്കൂൾ പഠനം കഴിഞ്ഞു. 20 വയസ്സ് ഉള്ള സമയത്ത് 20 വയസ്സ് കഴിഞ്ഞ് 21 വയസ്സ് റൺ ചെയ്യുമ്പോൾ ഞാൻ ബോംബെയിൽ വരുന്നു. 4-5 മാസം 5-6 മാസം ബോംബെയിലുണ്ടായിരുന്നു. 21-ാമത്തെ വയസ്സിൽ ഗുജറാത്തിൽ വരികയാണ്. 21-ാമത്തെ വയസ്സ് 2 വർഷം സൂറത്തിൽ താമസിച്ചു, ഇച്ചാപ്പൂരിൽ താമസിച്ചു. അപ്പോൾ ഇച്ചാപ്പൂർ ചർച്ച ഒരു കൂട്ടായ്മ ഇതുപോലൊക്കെ ആയി. ഒരു 10-50-ലധികം ആൾക്കാർ വരാൻ തുടങ്ങി. വേറെ ഒന്നിനടുത്ത് പോയി ചെറിയ കൂട്ടായ്മകൾ, കൊച്ചു കൊച്ചു പ്രാർത്ഥന കൂട്ടങ്ങൾ ആരംഭിച്ചു. ഞാൻ ഭാഷ കുറച്ച് മനസ്സിലാക്കി. ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുമ്പോഴാണ് ഗുജറാത്തിലെ വാപ്പി എന്ന് പറയുന്ന ഒരു വലിയ പ്രസിദ്ധമായ ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്. മുംബൈയിൽ നിന്നൊരു 4 മണിക്കൂർ നോർത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വരുന്ന ഗുജറാത്തിലെ ആദ്യത്തെ പട്ടണമാണ്. അപ്പോൾ അവിടെ ഒരു കൊച്ചു കൂട്ടായ്മ, ആ കൂട്ടായ്മ നടത്തിക്കൊണ്ടൊരു മലയാളി പാസ്റ്റർ പെട്ടെന്ന് നാട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു പാസ്റ്റർ ആവശ്യം വന്നു. അപ്പോൾ എന്നെ അവർ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഞാൻ സുവിശേഷീകരണം സംബന്ധിച്ച് നോക്കിയാൽ സൂറത്തിൽ ഇങ്ങനെ ഞാൻ ഭയങ്കര തീഷ്ണമതായിട്ട് ഇങ്ങനെ ആവേശത്തോടെ പോവുക. പക്ഷേ ഈ പട്ടിണി കിടന്ന് മടുത്തുകൊണ്ട് ഞാൻ അത് തിരഞ്ഞെടുത്തു, അങ്ങോട്ടങ്ങ് പോയേക്കാം. അവിടെ 2-3 മലയാളി കുടുംബങ്ങളുണ്ട്. അപ്പോൾ മലയാളി കുടുംബങ്ങളുണ്ടെങ്കിൽ ഒരു ഗുണം, ഉപദേശിമാർ എന്തിടത്തില്ല, പട്ടിണി കിടത്തില്ല. മലയാളികൾ കർത്താവിൻ്റെ വേലക്കാർ ഒരിക്കലും പട്ടിണി കിടത്തില്ല. ഈ പട്ടിണി 2 വർഷം ഷിനിപ്പാസ്റ്ററെ ഭയങ്കരമായിട്ട് പട്ടിണി. അത് 21-ാമത്തെ വയസ്സിൽ 22-ാമത്തെ വയസ്സിലെ പട്ടിണിയാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, കല്ല് കഴിച്ചാലും ദഹിക്കുന്ന പ്രായമാണ്. പക്ഷെ ആ സമയങ്ങളിലൊക്കെ ദിവസങ്ങളോളം പട്ടിണി കിടന്നു, ദിവസങ്ങളോളം പട്ടിണി കിടന്നു. പറയാനായിട്ട് ആരുമില്ല. കർത്താവ് അവിടെ കൈവിട്ടില്ല. അങ്ങനെ വാപ്പിയിലേക്ക് വരികയാണ്. 1992 ഏപ്രിൽ മാസം വാപ്പിയിൽ വന്നു. സൂററ്റിലേക്ക് വാപ്പിയിൽ അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൈവദാസൻ ജോലി റിസൈൻ ചെയ്ത് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. അദ്ദേഹത്തെ സൂററ്റിലേക്ക് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ ഈ വാപ്പിയിലേക്ക് വരിക. വാപ്പി വന്നതോടുകൂടി എൻ്റെ പട്ടിണി മാറി. ഞെരുക്കവും ദാരിദ്ര്യമൊക്കെ ഉണ്ട്, പക്ഷെ പിന്നെ പട്ടിണി കിടന്നിട്ടില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ 2-3 കുടുംബങ്ങളാണ്, ഫാമിലിക്കാരാണ്. അപ്പോൾ അവർ വന്നപ്പോഴേ പറഞ്ഞു, സൈപ്പാസ് പോയി കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കാതെ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത, ഒരു 26, 27, 28 വയസ്സായിട്ട് കെട്ടിയാൽ മതി. സ്വന്തം കാലിൽ, നമ്മുടെ മലയാളികളായ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞല്ലോ, സ്വന്തം കാലിൽ നിന്നിട്ട് വേണ്ടേ കല്യാണം കഴിക്കാൻ.
അപ്പം എനിക്കപ്പോൾ 23 വയസ്സ് റൺ ചെയ്യുന്നേ ഉള്ളൂ. അവരെന്നെ കാര്യമായിട്ട് നിർബന്ധിച്ചു. ഞാനങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി നാട്ടിൽ പോവാണ്. 23-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. അത് പിന്നെ ഇപ്പോഴൊക്കെ ഓർക്കുമ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ വലിയ കരുണയും ദൈവത്തിൻ്റെ വലിയ സ്നേഹവും എന്നോടുള്ള ദൈവത്തിൻ്റെ വലിയ ഫേവറൊക്കെയാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയാണ് 1992 ഓഗസ്റ്റ് 5-ന് എൻ്റെ വിവാഹം നടക്കുന്നത്. 17-ാമത്തെ വയസ്സ് 21 വരെയുള്ള ഒരു 4 വർഷം അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം 17 വയസ്സുള്ള പലരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ നമുക്ക് കർത്താവിൻ്റെ വേലയിൽ ഒത്തിരി കാര്യങ്ങളെ ചെയ്യാൻ പറ്റും, വില കൊടുക്കാൻ പറ്റുമെന്ന് പാസ്റ്റർ അനുഭവത്തിലൂടെ തന്നെ പറയാൻ പറ്റും. എന്താണ് ഒരു 2 വാക്ക് ആ ഒരു പ്രായക്കാരോടൊന്ന് പാസ്റ്റർ പറഞ്ഞത് നല്ലതായിരുന്നു. അപ്പോൾ തന്നെ ആ സമയത്ത് മറക്കാനാകാത്ത മറ്റനുഭവങ്ങൾ, ഈ പറഞ്ഞ പോലെ പട്ടിണി കിടക്കുക, പൈസ ഇല്ല, അങ്ങനെ മറക്കാനാകാത്ത മറ്റെന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അതുകൂടെ നാടിയത് നല്ലതായിരുന്നു. ഇപ്പം പറഞ്ഞ ആ ഒരു പ്രായമുണ്ടല്ലോ, കാര്യമായി ഒന്നിനെയും പേടിക്കാത്തൊരു പ്രായമാണ്. തിളയ്ക്കുന്ന രക്തം ഉള്ള ഒരു പ്രായമാണ്. അപ്പോൾ ദ ബെസ്റ്റ് കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റിയ പ്രായം അതാ. കാരണം മുമ്പോട്ടും പുറകോട്ടും നോക്കാതെ, പേടിക്കാതെ, ആരെയും പേടിക്കാതെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയ പ്രായം അതാണ്. അപ്പോൾ ആ പ്രായത്തിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ്. അത് എടുക്കുവാനായിട്ട് ഈസി ആയിട്ട് പറ്റും. അപ്പം ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഏജ്. ഒരു നല്ല പ്രായം അതാണ്, ഒരു തീരുമാനമെടുക്കാൻ. കാരണം പേടിയൊന്നുമില്ല. ഈ ഭവിഷ്യത്തുകളെക്കുറിച്ചൊന്നും ചിന്തിക്കത്തില്ല. നാളെ എന്ത് സംഭവിക്കാനെ പറ്റി ഒരു ചിന്തയില്ല. പിന്നെ ഈ സാധാരണക്കാരായ എല്ലാ സുവിശേഷ വേലക്കാരും നേരിട്ടിട്ടുള്ള കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ എനിക്കും നേരിട്ടിട്ടുള്ളൂ. ചിലപ്പം ഏറ്റക്കുറച്ചിലൊക്കെ സംഭവിച്ചേക്കാം. എന്നാൽ ഞാൻ പല തവണകൾ വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും തിരിച്ച് നാട്ടിൽ പോയേക്കാം. പറ്റത്തില്ല, ഇവിടെ നിന്ന് പറ്റത്തില്ല. മടുത്തു, എല്ലാ അർത്ഥത്തിലും മടുത്തു. നോർത്ത് ഇന്ത്യയിൽ നിൽക്കണമെന്ന് ആഗ്രഹം ഉള്ളിനുള്ളിലുണ്ട്, പക്ഷെ ശാരീരികമായിട്ടും മാനസികമായിട്ടും മടുത്തു. പക്ഷേ ആ സമയങ്ങളൊന്നും കർത്താവ് വിട്ടില്ല. ഞാൻ പോയില്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് കർത്താവ് വിട്ടില്ല എന്ന് പറയുന്നതാണ് നല്ലത്. കർത്താവ് ഞങ്ങളെ വിട്ടില്ല. അതിനകത്ത് ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന എൻ്റെ വൈഫ് ജാനറ്റിന് ഒത്തിരി പങ്കുണ്ട്. ഞാൻ പല തവണകൾ പറഞ്ഞു, ജാനറ്റെ നമുക്ക് നാട്ടിൽ പോകാം, നല്ല സഭകളൊക്കെ നാട്ടിൽ കിട്ടും. അപ്പോൾ എൻ്റെ കൂടെ മണക്കാല പഠിച്ചവരും ഒക്കെ എൻ്റെ പല സുഹൃത്തുക്കൾ അപ്പോൾ IPC തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പിലൊക്കെ വന്നു. അപ്പോൾ അവരിടയ്ക്കൊക്കെ എനിക്ക് കത്തെഴുതും, സജി തിരിച്ചു പോരാ, അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, നിങ്ങൾ ചത്തുപോകും, അവിടെ കിടന്ന് മരിച്ചു പോകും, തിരിച്ചു പോവാ, ആരും കാണാനില്ല, നോക്കാനില്ല. അപ്പോൾ അന്നേരമൊക്കെ ഞാൻ നമുക്ക് പോയേക്കാം എന്നൊക്കെ മനസ്സോടല്ല, ഈ മടുപ്പ് തോന്നുമ്പോൾ പറഞ്ഞിട്ടപ്പോഴൊക്കെ എൻ്റെ വൈഫ് പറയും, ഞാൻ വിവാഹം കഴിച്ചൊരു നോർത്ത് ഇന്ത്യൻ മിഷണറിയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ മിഷണറി ആയതുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിച്ചു വന്നത്. അതുകൊണ്ട് എന്നോട് വിശ്വസ്തനായിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോകരുത്. എന്നോട് കൂടെ അവൾ പറയുമായിരുന്നു. ഈ സമയങ്ങളിൽ ഉണ്ടാകുന്ന ഈ സംസ്കാരങ്ങൾ, കൾച്ചറിലുള്ള അതിലുണ്ടാകുന്ന വ്യത്യാസം, അപ്പോൾ തന്നെ ആ സമയത്ത് സുവിശേഷ വേല അവരിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ്ങാണ്. അപ്പോൾ ആ ചലഞ്ചസ് എന്താണ് ആ സമയത്തൊക്കെ അഭിമുഖീകരിച്ച്? ഭാഷയുണ്ട്, ഭക്ഷണമുണ്ട്, കാലാവസ്ഥയുണ്ടെങ്കിലും ഉപദ്രവങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പം വടക്കേ ഇന്ത്യയിലൊക്കെ ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 30 വർഷം മുമ്പ് ആ സമയത്തുണ്ടായിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ് പാസ്റ്റർ പിന്നീട് വാപ്പിയിലാണെങ്കിലും കർത്താവിൻ്റെ വേലയിൽ അവിടെ സ്റ്റെപ്പ് എടുത്ത് വെച്ച്? നമ്മൾ ഇന്ത്യയുടെ മിഷൻ പ്രവർത്തനങ്ങളെപ്പറ്റി പൊതുവായി ചിന്തിക്കുമ്പോൾ പ്രതിസന്ധികളെക്കാളും കൂടുതൽ അനുകൂല സാഹചര്യങ്ങളാണ് അന്നും ഇന്നും ഇന്ത്യയിലുള്ളത്. നമ്മൾ ഈ പ്രതിസന്ധികളെ മാത്രം ഫോക്കസ് ചെയ്താൽ പ്രതിസന്ധികൾ മാത്രമായിരിക്കും. അപ്പോൾ എൻ്റെ ഈ 40 വർഷത്തെ അനുഭവത്തിൽ 10 പ്രതിസന്ധികളുണ്ടെങ്കിൽ 20 സാധ്യതകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്ത്യയിലാണ് ലോകത്തിൽ ഏറ്റവും കുറച്ച് എത്തിസ്റ്റ്, നിരീശ്വരവാദികളുള്ള സ്ഥലം.
നിങ്ങൾ താമസിക്കും കാനഡയിലൊക്കെയാണ് നിരീശ്വരവാദികൾ 50%-അധികമായെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞ് കണക്ക് പറഞ്ഞു. ചർച്ചിൽ അവർ നിരീശ്വരവാദം പറഞ്ഞത് നോൺ റിലീജിയൻ എന്നാണ് പറഞ്ഞത്. മതമൊന്നുമില്ല, നിരീശ്വരവാദം എന്നൊരു വാക്ക് ഉപയോഗിക്കത്തില്ല അവർ. എന്നാൽ ഇന്ത്യയിലേക്ക് വരുമ്പം നിരീശ്വരവാദികൾ ഒരു 0.1% പോലും ഇല്ല. ദൈവവിശ്വാസികളാണ് ഇന്ത്യക്കാർ മുഴുവൻ, ഈശ്വര വിശ്വാസികളാണ് ഇന്ത്യക്കാർ മുഴുവൻ. അപ്പോൾ ദൈവവിശ്വാസികളായ ദൈവഭക്തരായ നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് റിയൽ ദൈവം ആരാണെന്ന് പറഞ്ഞു കൊടുക്കുക മാത്രം മതി നമ്മൾ ഇത് ജോലി. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ കൊണ്ടാകുന്ന ചലഞ്ചസിനേക്കാളും അത്രയും വലിയ ചലഞ്ചൊന്നും ഇവിടെ ഇല്ല, ഇന്ത്യയിലില്ല. ഇതെൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈശ്വര വിശ്വാസികൾ അവരൊക്കെ അവരുടെ വീട്ടിൽ ചെന്നാൽ തന്നെ ഇപ്പോഴാണ് കുറച്ച് ഈ വീടുകളിൽ കയറ്റാത്തതും പ്രതിസന്ധികൾ വന്നത്. അത് പൊളിറ്റീഷ്യൻസ് അവർ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജിന് വേണ്ടി ജനങ്ങളിൽ മതം കുത്തിവെച്ച് കലർത്തിക്കൊണ്ട് വന്നതുകൊണ്ട് സംഭവിച്ചതാണ്. പക്ഷെ സ്റ്റിൽ ഇന്ത്യക്കാർ മുഴുവൻ നല്ല ആൾക്കാരാണ്. നമ്മളവർ വീട്ടിൽ ചെന്നാൽ നമ്മളെ അവർ സ്വീകരിക്കുന്നു, സൽക്കരിക്കുന്നു, നമുക്ക് നല്ല സ്വീകരണം തരുന്നു. പിന്നെ സംസ്കാരം, 100 കണക്കിന് വ്യത്യസ്തമായ സംസ്കാരങ്ങളുള്ള നാടാണ് നമ്മുടെ നാട്. അതുതന്നെയാണ് നമ്മുടെ നാടിൻ്റെ യൂണിക്നെസ്സും. മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത പ്രത്യേകതകൾ എല്ലാം കൊണ്ടും നമ്മുടെ രാജ്യം വ്യത്യസ്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് 100 കണക്കിന് കൾച്ചർ, ഭാഷകൾ, മതങ്ങൾ, ജാതികൾ, ഉപജാതികൾ, ഇങ്ങനെ 100 കണക്കിന് 1000 വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ നമുക്ക് പറ്റുന്ന പ്രശ്നം പലയിടത്തും നമ്മൾ പെട്ടെന്ന് ചെന്നിട്ടൊരു കൾച്ചറിനെ കട്ട് ചെയ്യും. അപ്പോൾ കൾച്ചറിനെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ കിട്ടുന്ന ഓപ്പണിങ് അവിടെ തീരുക. നേരെ മറിച്ച് നമ്മൾ കൾച്ചറിനെ കട്ട് ചെയ്യാതെ ഒരു ക്രോസ് കൾച്ചർ, മറ്റ് സംസ്കാരത്തിലുള്ളവരുടെ അടുക്കൽ യേശുവിനെ എങ്ങനെ പറയാം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഗുജറാത്തിൽ മിഷണറി ആയിട്ട് വന്നപ്പോൾ ചായ ഗുജറാത്തിലെ ക്ലാസ്സിൽ കൊടുക്കാൻ ഞാൻ പഠിക്കണം. പക്ഷെ ഞാൻ മലയാളി ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യം ചായ കേരളത്തിലെ കപ്പിൽ കൊടുക്കും. ഇവിടെ വരുമ്പോൾ ഗുജറാത്തിലുള്ളവർക്ക് കേരളത്തിലെ കപ്പ് പരിചയമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ചായ കേരളത്തിലെ ചായ ഗുജറാത്തിലെ കപ്പിൽ കൊടുത്താൽ നമുക്കവിടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടും, സ്വീകാര്യത കിട്ടും. അപ്പോൾ അങ്ങനെ കൾച്ചർ, നമ്മുടെ നാട്ടിൽ വന്ന മിഷണറിമാരെല്ലാം തന്നെ കൾച്ചർ ഒരിക്കൽ പോലും ബ്രേക്ക് ചെയ്തില്ല അവർ. അപ്പോൾ തന്നെ ചില കൾച്ചറുകളൊക്കെ അന്യദൈവ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഉണ്ട്. അതിനെ നമ്മൾ വളരെ വിവേകത്തോടെ മനസ്സിലാക്കി വളരെ ബുദ്ധിപരമായിട്ട് നമ്മൾ ഡീല് ചെയ്താൽ നമുക്ക് പതിയെ അവിടെയെല്ലാം പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഇത്രയും നാളത്തെ ശുശ്രൂഷയെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ. ഒരു അവസാന വാക്കെന്ന നിലയിൽ ഞങ്ങളോട് പറയുവാൻ സുവിശേഷീകരണത്തിൽ എങ്ങനെ നമുക്കും ഒരുമിച്ച് നിൽക്കാം, അതിൻ്റെ ഒരു പ്രാധാന്യത എത്രത്തോളമാണ്. അപ്പോൾ തന്നെ പാസ്റ്റർ ഇപ്പോഴുള്ള ആ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഡോൾവാൾ കൺവെൻഷൻ ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. ആ കൺവെൻഷൻ എങ്ങനെയാണ് അതവിടെ ആരംഭിച്ചത്, ഇപ്പോൾ ഇന്ത്യയിലുള്ള പ്രവർത്തനങ്ങളും ഞങ്ങളുള്ള ഒരു സമാപന സന്ദേശം കൂടെ പറഞ്ഞാൽ ഒത്തിരി നല്ലതായിരുന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഡോൾവൻ കൺവെൻഷൻ 21ാമത്തെ കൺവെൻഷനാണ്. ഇനി നടക്കാൻ പോകുന്നത് 22ാമത്തെ കൺവെൻഷൻ. ഡോൾവൻ ഒരു പാസ്റ്റ് വന്നാണല്ലോ, ഒരു കൊച്ചു ഗ്രാമം. ഇപ്പോൾ അത് ഒത്തിരി ഫാസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നു. ഇപ്പോൾ അതൊരു താലൂക്കായി, ബ്ലോക്ക് ഹെഡ് ക്വാർട്ടറായി, നല്ല ഹൈവേ വന്നവിടെ, ഒത്തിരി അനുബന്ധ സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ ജംഗ്ഷനായിട്ട് ഡോൾവൻ വളരുന്നു. ഇതൊക്കെ എൻ്റെ വിശ്വാസം, ഞാൻ അവിടെ ചെന്നതാണ് ഈ ഡെവലപ്മെൻറ്റെല്ലാം കാരണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മറ്റുള്ളവർ വിശ്വസിച്ചില്ലെങ്കിൽ പോലും സുവിശേഷകന്മാരും മിഷണറിമാർ എവിടെയൊക്കെ കാലുകുത്തിയിട്ടുണ്ടോ ആ സ്ഥലങ്ങൾ മുഴുവൻ ഡെവലപ്പായിട്ടുണ്ട്. ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവനയാണ്. മിഷണറിമാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ പണ്ടത്തെ ഇവരൊക്കെ പറയുന്ന കാലഘട്ടത്തിലെ ആ യുഗത്തിൽ ജീവിക്കേണ്ടി വന്നേനെ ഇന്ത്യക്കാർ. ഇരുണ്ട യുഗത്തിൽ ഒരു സംശയവുമില്ല. ഇതറിയാവുന്ന, ചരിത്രം അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ ഇന്ന് ഇവർ വളരെ ബോധപൂർവം ഈ ചരിത്രം മാറ്റിക്കൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും, സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസം, ആതുര ശുശ്രൂഷ, എല്ലാ ഡെവലപ്മെൻറ്റ്സ് ഏറ്റവും. ഇപ്പം നോർത്ത് ഇന്ത്യക്കാരായ ഞങ്ങളൊക്കെ കഴിക്കുന്ന വടാപ്പാവുണ്ട്. മുംബൈയിലെയും ഗുജറാത്തിലെയും പ്രധാനപ്പെട്ട ഒരു ചെറിയ പലഹാരമാണ് വടാപ്പാവ്. ഭയങ്കര ടേസ്റ്റാണ്. ഈ വടയും പാവും കൊണ്ടുവന്നത് മിഷണറിമാരാണ്. കാരണം മിഷണറിമാർ ഇവിടുന്ന് അവിടെ വന്നപ്പം
ചിക്കൻ ബർഗർ നാട്ടിൽ കൊടുക്കാൻ പൈസയില്ല, പാവങ്ങൾക്ക് പൈസയില്ല. അപ്പോൾ ഇന്ത്യയിലെ പാവങ്ങളും ബർഗർ കഴിക്കണം. അതിനുവേണ്ടി അവർ കണ്ടുകത്തിയ സംഭവമാണ് ആലു കൊണ്ടുണ്ടാക്കിയ കിഴങ്ങിൻ്റെ വടയും ചെറിയ പാവും. ഇത് മിഷന്മാരാണ്. അപ്പം അതുപോലും ഇന്ത്യയിൽ കൊണ്ടുവന്നത് നമ്മളാണ്. ഈ കേരളത്തിൽ നമ്മൾ കഴിക്കുന്ന കപ്പയും പോർച്ചുഗീസിൽ നിന്ന് വന്നത്, പോർച്ചുഗീസ് കൊണ്ടുവന്നത്, അന്ന് മിഷണറിമാർ കൊണ്ടുവന്നത്. അപ്പം മിഷണറിമാർ ചെന്നതുകൊണ്ട് എല്ലാ ദേശത്തിൻ്റെയും മുഖച്ഛായ മാറുന്നു, എല്ലാ അർത്ഥത്തിലും മാറുന്നു. ഡോൾവൻ കൺവെൻഷന് ഇത് ആരംഭിക്കാനുള്ളൊരു കാരണം, ഈ നോർത്ത് ഇന്ത്യക്കാരായ ദൈവമക്കൾക്ക് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരുമിച്ച് കൂടുമ്പോൾ അവർക്കൊരു ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഞങ്ങളുടെ കൂടെ കുറച്ച് പേരുണ്ട്, ഞങ്ങൾ ഒറ്റയ്ക്കല്ല, അതിനൊരു ഗെറ്റ് ടുഗദറാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. ആ മീറ്റിംഗ് വെച്ച് നൂറുകണക്കിന് ആൾക്കാർ രക്ഷിക്കപ്പെടാറുണ്ടെങ്കിൽ പോലും കുറച്ചേറെ പേര് രക്ഷിക്കപ്പെടുക എന്നുള്ളതിനേക്കാളും എൻ്റെ ലക്ഷ്യം 10,000-കണക്കിന് പാവപ്പെട്ട ദൈവമക്കൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരിടത്ത് ഒരുമിച്ച് കൂടുക, 4-5 ദിവസം ഒരുമിച്ച് കഴിയുക, ആഹാരം കഴിക്കുക, അവർക്കൊരു ആ ഒരു നിലയിൽ അവരെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് കൺവെൻഷൻ്റെ ലക്ഷ്യം. ഞങ്ങൾക്ക് ഈ ജനറൽ കൺവെൻഷൻ, ഡോൾവൻ കൺവെൻഷൻ മാത്രമേ ഉള്ളെങ്കിലും ഓരോ സ്റ്റേറ്റിനും സ്റ്റേറ്റ് ആൻഡ് റീജിയണൽ കൺവെൻഷൻസ് ഉണ്ട്. ഇപ്പം കുറച്ച് നാളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, ഞങ്ങൾക്ക് ഒരു ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കോവിഡ് സമയം മുതൽ ഞങ്ങൾ 63 സ്ഥലങ്ങളിൽ ചെറിയ ട്രെയിനിങ് സെൻറ്റേഴ്സ് ആരംഭിച്ചു. അതിൻ്റെ അർത്ഥം ബൈബിൾ സ്കൂളിൽ നമുക്ക് പഠിപ്പിച്ചിറക്കാൻ പറ്റുന്ന മാക്സിമം 15, 20, 30 പേരെ ആയിരിക്കും. അതിൽ ഫലം പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്നവർ പകുതി പേഴ്സൻ്റ് പോലും കാണത്തില്ല. അപ്പോൾ നമ്മുടെ ഔട്ട്കം, റിസൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ദൈവം തന്നൊരു ദർശനമാണ് കോവിഡ് സമയത്ത് എഴുത്തും വായനയും അറിയാവുന്ന സകലരെയും, ലേമൻസിനെ മുഴുവൻ ചർച്ച് പ്ലാന്റേഴ്സ് ആക്കണം. ക്രൈറ്റീരിയ എഴുത്തും വായനയും, അതാത് ഭാഷകൾ എഴുത്തും വായന മാത്രം അറിയാം, വേറെ വിദ്യാഭ്യാസം വിഷയമല്ല. അത് തുടങ്ങിയ ശേഷം എല്ലാ വർഷവും 3000 പേർക്ക് വരെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. സിമ്പിൾ സംഭവം, ഗ്രേറ്റ് കമ്മീഷനും ഡിസൈപ്പിൾഷിപ്പും മാത്രം, ബൈബിളിൻ്റെ ഒരു പ്രാഥമിക നോളജ് തട്ടിമുട്ടി നിൽക്കാൻ വേണ്ടി, പിന്നെ ഡിസൈപ്പിൾഷിപ്പും ഗ്രേറ്റ് കമ്മീഷനും. ബാക്കി തിയോളജിക്കൽ ഇഷ്യൂസ് ആര് ചോദിച്ചാലും ഇവർക്ക് പറയാൻ അറിയത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. യേശു ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുക, സുവിശേഷം അറിയിക്കുക, യേശു മാത്രമാണ് രക്ഷകൻ എന്ന് പറയുക, അതിനുള്ള കാര്യത്തിൽ എക്യുപ്പ് ചെയ്യും. അപ്പോൾ ഈ വർഷവും 620 പേര് ഗ്രാജുവേറ്റ് ചെയ്തു. 3000 പേര് അഡ്മിഷൻ കൊടുത്ത്, പക്ഷേ പൊഴിഞ്ഞു പോയി. ഈ 620 പേരിൽ എനിക്ക് എടുത്തു പറയേണ്ടതായ കാര്യം, സഹോദരിമാരും പെൺകുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ പഠിച്ച് സഭകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ വിൻസറിൽ അത് പറയുമ്പം കേരളത്തിൽ പോയി പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലെ സഭകൾ അംഗീകരിക്കത്തുമില്ല, എന്നോട് ആകപ്പെടെ പ്രശ്നം ഉണ്ടാകും. ഇന്ന് നോർത്ത് ഇന്ത്യയിലെ പല സഭകളുടെയും പാസ്റ്റേഴ്സ് പെൺകുട്ടികളും സഹോദരിമാരുമാണ്. ഇനി അവർ ചെയ്ത ശുശ്രൂഷകൾ കൂടെ പറഞ്ഞാൽ നിങ്ങൾ എഴുതിട്ട് പോകും, പറഞ്ഞില്ലേ? അപ്പം ഇതെല്ലാം പറയുന്ന കർത്താവ് വരാറായി. നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ ബൗണ്ടറീസും പരിശുദ്ധാത്മാവ് തകർത്ത് കളഞ്ഞു. അന്ത്യകാല ഉണർവ് ദേശത്ത് മുഴുവൻ ആരംഭിച്ചു. അപ്പം ഈ സഹോദരിമാർ പലരും ഞങ്ങളുടെ പാസ്റ്റേഴ്സായി. ഇപ്പം ഞങ്ങളുടെ ഇടയിൽ പബ്ലിക്കലി പാസ്റ്റർ ഇന്ന സഹോദരി എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ഒരു പുരുഷ പാസ്റ്റർ ഇതിനേക്കാളും വലിയ ശുശ്രൂഷകൾ ഈ ഫീമെയിൽ പാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക, പല സഭകൾ ചെയ്തുകൊണ്ടിരിക്കുക, പല സഭകൾ സ്ഥാപിച്ചവർ. അപ്പോൾ അങ്ങനെ ഒരു മുന്നേറ്റമാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ 63 സ്ഥലങ്ങളിൽ ഈ വർഷവും അവർക്ക് അഡ്മിഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റു പല സ്ഥലങ്ങളിലേക്ക് ആ ട്രെയിനിങ് സെൻറ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടുവാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്ത്യ മുഴുവൻ ഒരു വ്യാപകമായ, ഇതുവരെ നമ്മളാരും ചെയ്തിട്ടില്ലാത്ത നിലയിലൊരു സുവിശേഷീകരണ ക്യാമ്പയിൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബൈ 2030, അടുത്ത 5 വർഷം ആരൊക്കെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ആഗോള ദൈവസഭയെ സംബന്ധിച്ച് നിർണായകമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ സാധാരണ പറയാറുണ്ട്, പാസ്റ്ററെ, ഇപ്പോൾ യേശു മധ്യാകാശത്തിൽ വന്നാൽ എല്ലാവരും സന്തോഷത്തോടെ പോകും. പക്ഷേ ഞാനും പോകും അങ്ങോട്ട്, പക്ഷേ എനിക്ക് സന്തോഷം കാണത്തില്ല. കാരണം ജനകോടികൾ തള്ളപ്പെടും, സുവിശേഷം കേൾക്കാതെ ജനകോടികൾ കിടക്കുക. ആസ് എ മിഷണറി എൻ്റെ യേശു ഇപ്പോൾ വന്നാൽ സന്തോഷത്തോടെ എടുക്കപ്പെടാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഈ നശിച്ചു പോകുന്ന ജനങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. അപ്പം അതുകൊണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ, ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ, വർഷങ്ങൾക്കുള്ളിൽ വിൻസറിലുള്ള ഈ ദൈവസഭ വളരെ കൃത്യമായ ഇടപെടലുകൾ
ഇന്ത്യയുടെ മിഷനരും കാനഡയുടെ മിഷൻ പ്രവർത്തനങ്ങളിലും ആഗോള മിഷൻ പ്രവർത്തനങ്ങളിലും നടത്താൻ പറ്റും. മനസ്സുണ്ടെങ്കിൽ മാർഗങ്ങളുണ്ട്. മനസ്സുണ്ടെങ്കിൽ പണം കർത്താവ് തരും. പണം വന്നിട്ട് നമുക്ക് മനസ്സ് വെക്കാൻ പറ്റത്തില്ല. നമ്മുടെ കമ്മിറ്റ്മെൻറ്റും നമ്മുടെ സമർപ്പണവും നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹവും കർത്താവ് സാധിപ്പിക്കും. നമുക്ക് ഒരുമിച്ച് നിന്ന് എന്ത് പ്രതിസന്ധികൾ വന്നാലും ധൈര്യത്തോടെ സമാധാനത്തോടെ, കാരണം ഷിനി പാസ്റ്ററെ, ക്രിസ്ത്യാനിറ്റി മുമ്പോട്ട് വെക്കുന്ന ഒരു മെസ്സേജ് മറ്റൊരു മതസ്ഥർക്കും വെക്കാനില്ല. നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ഒരു സന്ദേശമുണ്ട്, വേറെ ഒരു മതസ്ഥനും വെക്കാനില്ല. നമ്മൾ മുമ്പോട്ട് വെക്കുന്ന സന്ദേശം സ്നേഹത്തിൻ്റെ സന്ദേശമാണ്, സമാധാനത്തിൻ്റെ സന്ദേശമാണ്, രക്ഷയുടെ സന്ദേശമാണ്, പാപമോചനത്തിൻ്റെ സന്ദേശമാണ്, നിത്യജീവന്റെ സന്ദേശമാണ്. പരസ്പരം അടുപ്പിക്കുന്ന സന്ദേശമല്ല, മതഭ്രാന്തന്മാരെ സൃഷ്ടിക്കുന്ന സന്ദേശമല്ല, മനുഷ്യസ്നേഹികളെ സൃഷ്ടിക്കുന്ന സന്ദേശമാണ്. അത് നമുക്ക് മാത്രമേ ഉള്ളൂ, സഭയ്ക്ക് മാത്രമേ ഉള്ളൂ, ക്രൈസ്തവന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ മുമ്പോട്ട് വെക്കുന്നതാണ് ഏറ്റവും ദ ബെസ്റ്റ്. അത് എന്ത് വില കൊടുത്തും അത് മുന്നോട്ട് ചെയ്ത് മുമ്പോട്ട് തന്നെ പോവുക, അവസാനം വരെ പോവുക, പിന്മാറാൻ പാടില്ല. നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പ്രതിസന്ധികളൊക്കെ ഒരു സൈഡിൽ കിടക്കും. സഭ ഇങ്ങനെ വർദ്ധിച്ച് വരും. ഇന്ത്യ മുഴുവൻ കാണുന്ന കേൾക്കുന്ന വാർത്തകൾ അത് തന്നെയാണ്. ഇവരെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ അവർ നമ്മളെ ഭയപ്പെട്ടിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ന്യൂനപക്ഷത്തെ അവർ എന്തിനു പേടിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ചോദ്യമാണ്. എന്തിനാണ് നമ്മളെ പേടിക്കുന്നവർ? നമ്മൾ കലാപകാരികളല്ല, ആയുധമെടുത്തുകൊണ്ട് നടക്കുന്നവരല്ല, ആയുധമെടുക്കാൻ പഠിപ്പിക്കുന്നവരല്ല. ഇനി ഒരുത്തൻ ആയുധം എടുത്താൽ കുഞ്ഞിനെ ആയുധം താഴെ വെക്കാൻ പറയുന്നവരാണ് നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു കൂട്ടത്തെ ഇവരെന്തുകൊണ്ട് പേടിക്കുന്നു? സോ വി ആർ സംതിങ് ഗ്രേറ്റ്, അതവർക്കറിയാം. സ്തോത്രം. അപ്പോൾ നമ്മുടെ പോരാട്ടം ഒരു മാംസങ്ങളോടും ഒരു രക്തങ്ങളോടുമല്ല, ഒരു മനുഷ്യനോടുമല്ല. നമ്മുടെ പോരാട്ടമുള്ളത് അന്ധകാര ശക്തികളോടാണ്, പൈശാചിക ശക്തികളോടാണ്. എല്ലാ മനുഷ്യരുടെയും, ഞാൻ മുമ്പേ പറഞ്ഞു, ഇന്ത്യയുടെ സാധ്യത എല്ലാവരും ഈശ്വര വിശ്വാസികളാണ്, നിരീശ്വരവാദികളല്ല. ഈ പാവപ്പെട്ടവരുടെ കണ്ണിനെ കുരുടാക്കിയിരിക്കുന്ന പൈശാചിക ശക്തിക്കെതിരെ നമ്മളൊരു പോരാട്ടവും യുദ്ധവും പ്രഖ്യാപിച്ച് ആ യുദ്ധത്തിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുക. ആ യുദ്ധത്തിൽ എന്തും വരട്ടെ. യുദ്ധക്കളത്തിലാകുമ്പോൾ ഷിനി പാസ്റ്ററെ കാഷ്വാലിറ്റീസ് ഉണ്ട്, യുദ്ധക്കളത്തിൽ കാഷ്വാലിറ്റീസ് ഉണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. അപ്പം ഈ യുദ്ധക്കളത്തിൽ ജയം നമ്മുടേതാണ്. പൗലോസ് അപ്പോസ്തലൻ എത്രയോ തവണ എടുത്തെടുത്ത് പറയുന്നു, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പം എനിക്ക് വിൻസർ സഭയോടും പാസ്റ്ററോടും പറയാനുള്ളത്, ഏത് എക്സ്ട്രീം എൻഡ് വരെ പോകേണ്ടി വന്നാലും മിഷൻ അത് നിങ്ങളുടെ മുദ്രാവാക്യമായി തീരട്ടെ. ഈ സഭയുടെ ആപ്തവാക്യമായി മാറട്ടെ. ഈ സഭയുടെ ഏറ്റവും വലിയ പ്രൊജക്റ്റായിട്ട് മാറട്ടെ. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.